നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷേക്സ്പിയർ സ്റ്റഡീസിൻ്റെ അകത്തുള്ള യൂണിറ്റ് 5 പീറ്റർ ബ്രൂക്സിൻ്റെ കിങ് ലിയർ എന്ന് പറയുന്ന ഫിലിമാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ എന്ന് പറയുന്ന പ്ലേയുടെ അതേ അഡാപ്റ്റേഷനാണ് എന്തെന്ന് പറയുന്നത് പീറ്റർ ബ്രൂക്കിൻ്റെ ഫിലിമായിട്ടുള്ള കിങ് ലിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ സമ്മറി അല്ല നമ്മൾ നോക്കുന്നത്, അതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നോക്കുന്നത്. സമ്മറി എന്ന് വെച്ചാൽ നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ ആ സംഭവം തന്നെയാണ് എന്തായിട്ട് വന്നിരിക്കുന്നത് പീറ്റർ ബ്രൂക്സിൻ്റെ കിങ് ലിയർ. അതൊരു ഫിലിമായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫിലിമായിട്ട് അഡാപ്റ്റ് ചെയ്തപ്പോൾ അതിൽ വന്ന മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. Peter Brook's 1971 film King Lear is an adaptation of William Shakespeare's play of the same name featuring Paul Scofield in the lead role. അപ്പോൾ പീറ്റർ ബ്രൂക്കിൻ്റെ കിങ് ലിയർ എന്ന് പറയുന്ന ഫിലിം 1971 റിലീസ് ചെയ്യുന്നത്. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ എന്ന് പറയുന്ന പ്ലേയുടെ സെയിം അഡാപ്റ്റേഷനാണ്. ഇതിൽ മെയിൻ ക്യാരക്ടർ, ലീഡ് ചെയ്ത ക്യാരക്ടറിൻ്റെ പേരെന്താണ്? പോൾ സ്കോഫീൽഡ് എന്നാണ്. Brooks' film is often praised for its innovative approach to the material, which incorporates a number of bold and unconventional choices. അപ്പോൾ ബ്രൂക്സ് ഈ ഫിലിമിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അതിലേക്ക് ഇന്നോവേറ്റീവ് അപ്രോച്ചസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബോൾഡ് ആൻഡ് അൺകൺവെൻഷണൽ ചോയ്സസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഫിലിം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിലിമിന് ഒരുപാട് പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. One of the most notable aspects of Brooks' adaptation is its minimalist approach to the sets and customs. അതുപോലെ സെറ്റ്സ് ആൻഡ് കോസ്റ്റ്യൂംസ്. ഈ സിനിമയുടെ മെയിൻ വേറൊരു നോട്ടബിൾ ആസ്പെക്ട്സ് ആണ് ഇതിൻ്റെ സെറ്റ്സും അതുപോലെ കോസ്റ്റ്യൂംസ്. മിനിമലിസ്റ്റ് അപ്രോച്ചിലാണ് സെറ്റ്സും കോസ്റ്റ്യൂംസും ഒക്കെ ബ്രൂക്സ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. The film features a spare and unadorned set designs which helps to focus the audience's attention on the performances and the language of the play. ഇനി ഈ ഫിലിം ഫീച്ചർ ചെയ്യുന്നത് സ്പെയർ ആൻഡ് അൺഅഡോർൻഡ് സെറ്റ് ഡിസൈൻസ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിയൻസിൻ്റെ അറ്റൻഷനും അതുപോലെ പെർഫോമൻസും ലാംഗ്വേജ് ഓഫ് ദ പ്ലേ ഒക്കെ ഇതിൻ്റെ അകത്ത് ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. The costumes are similarly simple and unobtrusive, with the actors wearing neutral colored robes. ഇനി അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ ന്യൂട്രൽ കളേർഡ് റോബ്സ് ഒക്കെയാണ് അവർ വിയർ ചെയ്തിരിക്കുന്നത്. That emphasizes the characters' humanity and vulnerability. ക്യാരക്ടേഴ്സിൻ്റെ ഹ്യൂമനിറ്റിയും വൾണറബിലിറ്റിയും ഒക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി another distinctive element of Brooks' adaptation is his use of close-ups and intimate camera angles. ബ്രൂക്കിൻ്റെ അനദർ അഡാപ്റ്റേഷനാണ് എന്തെന്ന് പറയുന്നത് ക്ലോസപ്പ് ആൻഡ് ഇൻറ്റിമേറ്റ് ക്യാമറ ആംഗിൾസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ദ ഫിലിം ഫീച്ചേഴ്സ് എ നമ്പർ ഓഫ് എക്സ്ട്രീം ക്ലോസപ്സ് ഓൺ ദ ഫേസസ് ഓഫ് ദ ആക്ടേഴ്സ്. ഇത് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ക്ലോസപ്പ് ആയിട്ടുള്ള ഒരുപാട് ഷോട്ട്സുകൾ ഇതിൽ ആക്ടേഴ്സിൻ്റെ ഫേസിൽ ക്ലോസപ്പ് ആയിട്ടുള്ള ഒരുപാട് ഷോട്ട്സുകൾ എടുത്തിട്ടുണ്ട്. which helps to convey the intense emotions and psychological state of the characters. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദിസ് ടെക്നിക്ക് ഈസ് പെർട്ടിക്കുലർലി എഫക്റ്റീവ് ഇൻ ക്യാപ്ചറിങ് the film of Scofield performance as Lear, which is often praised for its depth and complexity. അതുപോലെ തന്നെ എഫക്റ്റീവ് ക്യാപ്ചർ, നമുക്ക് ഇതിലെ ടെക്നിക്കുകൾ വളരെ എഫക്റ്റീവായിട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കോഫീൽഡ്, നമ്മൾ പറഞ്ഞു പോൾ സ്കോഫീൽഡാണ് ആരുടെ ക്യാരക്ടർ ചെയ്യുന്നത്? കിങ് ലിയർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെന്ന് അതെന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അഭിനയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബ്രൂക്സ് കിങ് ലിയർ ഈസ് ആൾസോ നോട്ടബിൾ ഫോർ ഇറ്റ്സ് യൂസ് ഓഫ് non-traditional casting, including black actor Cyril Cusack as the Earl of Kent and Indian actor Zohra Sehgal as the Fool. അപ്പോൾ ഫിലിമിൻ്റെ അകത്ത് ഒരുപാട് ഡൈവേഴ്സ് കാസ്റ്റ് ഓഫ് ആക്ടേഴ്സ്, പല നാട്ടിലുള്ള
പല ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ബ്ലാക്ക് ആക്ടറായിട്ടുള്ള സിറിൽ സുസാക്കിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച റോൾ ആരുടേതാണ്? ഏൾ ഓഫ് കെൻറ്റിൻ്റെതാണ്. അതുപോലെ ഇന്ത്യൻ ആക്ടറായിട്ടുള്ള സൊഹ്റാ സെഹ്ഗാൾ, അദ്ദേഹം ഫൂളായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പീറ്റർ ബ്രൂക്സ് എന്ത് ചെയ്തത്? ഇങ്ങനൊരു ഫിലിം ചെയ്തിരിക്കുന്നത്. The casting choice helps to emphasize the universality of the themes and characters in the play and highlights the ways in which the story of King Lear speaks to people to all cultures and backgrounds. അതുപോലെ തന്നെ ഈ പ്ലേയിലുള്ള ക്യാരക്ടേഴ്സും തീംസും അതുപോലെ പല കൾച്ചേഴ്സും ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്റ്റോറി നല്ല രീതിക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പീറ്റർ ബ്രൂക്കിന് സാധിച്ചിട്ടുണ്ട്. ഇനി King Lear is widely regarded as the masterful adaptation of Shakespeare's play thanks to its innovative approach to the material, powerful performances and insightful interpretation of the themes and ക്യാരക്ടേഴ്സ്. കിങ് ലിയർ ഈ സിനിമ എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ഒരു മാസ്റ്റർഫുൾ അഡാപ്റ്റേഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ അതിൻ്റെ അകത്ത് ഇന്നൊവേറ്റീവ് അപ്രോച്ചസും പവർഫുൾ പെർഫോമൻസും ഇൻസൈറ്റ്ഫുൾ ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് തീംസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഫിലിം അഡാപ്റ്റേഷൻ ആയിട്ടാണ് ഈ പീറ്റർ ബ്രൂക്കിൻ്റെ കിങ് ലിയർ